നമസ്കാരം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരെ പാർപ്പിക്കുന്ന പഴയ ബ്ലോക്കുകൾക്കെല്ലാം കാലപ്പഴക്കത്താൽ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട് എന്നും സുരക്ഷാ ഭീഷണിയുണ്ട് എന്നും കണ്ടെത്തി ജയിൽ DIG. ഈ കെട്ടിടങ്ങൾ ജയിൽ ചാട്ടത്തിന് കാരണമാണെന്നാണ് വിലയിരുത്തൽ. ഗോവിന്ദസ്വാമിക്ക് പുറമെ ജയിലിലെ മറ്റൊരാൾ കൂടി ജയിൽ ചാടാൻ പദ്ധതിയിട്ടിരുന്നു. കഴിഞ്ഞ വർഷം കനത്ത മഴയിൽ ജയിലിന്റെ കിഴക്ക് ഭാഗത്തുള്ള മതിൽ തകർന്നു വീണിരുന്നു. ഫെൻസിംഗിലൂടെയുള്ള വൈദ്യുതി വിതരണം അന്ന് നിർത്തിവെച്ചതാണ്. ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ല. CCTV ദൃശ്യങ്ങൾ യഥാസമയം പരിശോധിക്കുന്നുമില്ല. ജയിൽ ചാട്ടങ്ങൾ ലംഘിച്ച വ്യായാമത്തിന്റെ മറവിൽ തടവുകാരുടെ കൂട്ടുനടത്തം അവസാനിപ്പിക്കണം. ആവശ്യമുള്ളവർക്ക് പാർപ്പിച്ച സെല്ലുകളിൽ വ്യായാമം നടത്താനേ ജയിൽ ചാട്ടം അനുവദിക്കുകയുള്ളൂ. ഈ നടത്തവും ചില കേന്ദ്രങ്ങളുടെ ഗൂഢാലോചനയാണ്. പുറത്തുള്ള ക്വട്ടേഷൻ പോലും ഈ നടത്തങ്ങളിൽ ചർച്ചാ വിഷയമാകാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പല തടവുകാരും പുറത്തെ ക്വട്ടേഷനെ നിയന്ത്രിക്കുന്നത് നടത്ത സമയത്തിലെ സംവാദത്തിലൂടെയാണെന്നാണ് ആക്ഷേപം. 10 പഴയ ബ്ലോക്കുകളും ഒരു പുതിയ ബ്ലോക്കുമാണ് ഉള്ളത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പഴയ ബ്ലോക്കുകളുടെ ഓടുമേഞ്ഞ മേൽക്കൂരയിൽ ചോർച്ച കാരണം പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചു കെട്ടിയിട്ടുണ്ട്. കൊടും ക്രിമിനലുകളെയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെയും പാർപ്പിക്കുന്ന അതിസുരക്ഷയുള്ള 10-ാം നമ്പർ ബ്ലോക്കും ജീർണാവസ്ഥയിലാണ്. പ്രധാന കവാടം കഴിഞ്ഞ് വലതുഭാഗത്ത് വാച്ച് ടവറിനടുത്തായി ചതുരാകൃതിയിലുള്ള കെട്ടിടമാണ് 10-ാം ബ്ലോക്ക്. ഇതിൽ A, B, C, D എന്നീ സെല്ലുകളുമുണ്ട്. ഓടുമേഞ്ഞ കെട്ടിടമാണിത്. റിപ്പർ ജയാനന്ദൻ ഇതേ 10-ാം നമ്പർ ബ്ലോക്കിൽ നിന്ന് തടവ് ചാടിയിട്ടുണ്ട്. ജയിലിൽ ഗൂഢാലോചന നടക്കുന്നത് പ്രഭാത സവാരി സമയത്താണ്. രാഷ്ട്രീയ തടവുകാർ ഉൾപ്പെടെ 50ഓളം പേരാണ് പ്രഭാത സവാരി നടത്തുന്നത്. നടത്തത്തിനിടയിലുള്ള സംസാരത്തിലൂടെ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ട്. പ്രധാന മതിലിനോട് ചേർന്നുള്ള റോഡിലൂടെയാണ് പ്രഭാത സവാരി. നടത്തത്തിനിടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് വാഴപ്പഴങ്ങളും പച്ചക്കറികളും മോഷ്ടിക്കുന്നുമുണ്ട്. ഗോവിന്ദസ്വാമി തടവ് ചാടിയതിന്റെ പശ്ചാത്തലത്തിൽ സെൻട്രൽ ജയിലിൽ വ്യാപക പരിശോധന നടത്തുകയുണ്ടായി. തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് തുടങ്ങിയ പരിശോധന മണിക്കൂറുകളോളമാണ് നീണ്ടത്. എന്നാൽ തടവുകാരിൽ നിന്ന് നിരോധിത സാധനങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് അറിയുന്നുണ്ട്. ജയിൽ ചാട്ടത്തിന് ശേഷം 10-ാം നമ്പർ ബ്ലോക്കിൽ പരിശോധന നടത്തിയെങ്കിലും മറ്റ് ബ്ലോക്കുകളിലൊന്നും കാര്യമായ പരിശോധന നടത്തിയില്ല എന്ന പരാതിയും ഉയർന്നിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ 10 പഴയ ബ്ലോക്കുകളും ഒരു പുതിയ ബ്ലോക്കുമാണുള്ളത്. പഴയ ബ്ലോക്കുകളിലെ ഓടുമേഞ്ഞ മേൽക്കൂരയിൽ ചോർച്ചയുണ്ടെന്നതിനെ തുടർന്ന് പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിരിച്ചിരുന്നു. കൊടും കുറ്റവാളി ഗോവിന്ദസ്വാമിക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു കടക്കാൻ ആരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്നാണ് ജയിൽ DIGയുടെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ജയിൽ ചാട്ടത്തിന് ജീവനക്കാരോ സഹതടവുകാരോ സഹായിച്ചതിന് തെളിവുകളില്ല. സെല്ലിൽ തുണി എത്തിയതിൽ ആശയക്കുഴപ്പമുണ്ട്. ഗോവിന്ദസ്വാമിയുടെ ഇടതു കൈക്ക് അസാമാന്യ കരുത്തുണ്ട്. അഴികൾ മുറിച്ചതിൽ ശാസ്ത്രീയ പരിശോധന വേണമെന്നൊക്കെ റിപ്പോർട്ടിൽ പരാമർശം നടത്തുന്നുണ്ട്. കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ ജയിൽ ജീവനക്കാരുടെയും സഹതടവുകാരുടെയും മൊഴിയെടുത്തിരുന്നു. ഗോവിന്ദസ്വാമിയെ പാർപ്പിച്ചിരുന്ന 10-ാം നമ്പർ ബ്ലോക്കിലുള്ള തടവുകാരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ഗോവിന്ദസ്വാമി ജയിൽ ചാടി 3 ദിവസം പിന്നിട്ടിട്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലെ മുഴുവൻ ബ്ലോക്കുകളിലും അധികൃതർ സമഗ്ര പരിശോധന നടത്തിയിട്ടില്ല എന്ന ആരോപണം ശക്തമായിട്ടുണ്ട്. മറ്റ് ബ്ലോക്കുകളിൽ തടവുകാരോട് ചോദിച്ചിട്ട് മതി പരിശോധന എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശം. ഇത് വിവാദമായതോടെയാണ് തിങ്കളാഴ്ച സമഗ്ര പരിശോധന മറ്റ് ബ്ലോക്കുകളിൽ നടത്തിയത്.